പ്രിയരെ, ഏവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പത്രത്തിലൊക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ് പേരണ്ടൂർ കനാലിനെ കുറിച്ച്. അപ്പോൾ നമ്മളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പ്രസൻറ്റ് ചെയ്യണത്. നമ്മളിപ്പോൾ പേരണ്ടൂർ കനാലിൻ്റെ ഒരു അറ്റമായിട്ടുള്ള വടുതല ചിറ്റൂർ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ പേരണ്ടൂർ കനാൽ സ്റ്റാർട്ട് ചെയ്യണത്. ഏകദേശം ഇവിടെ നിന്ന് 11.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേവര വരെ ഇതിൻ്റെ നീളമുണ്ട്. നമ്മളുടെ തേവര പാലം, തേവര മാർക്കറ്റിൻ്റെ അവിടുത്തെ പാലം വരെയാണ് ഇതിൻ്റെ നീളം. 11.5 കിലോമീറ്ററാണ്. ഇത് ഒരു രാജഭരണകാലത്ത് പണ്ട് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണകാലത്ത് മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയാക്കണ ഒരു കനാലാണ്, ഒരു തോടാണ് ഇത്. പേരണ്ടൂർ കനാലാണിത്. ഇതിന് നിങ്ങൾ കാണുന്ന ഈ വീതി തന്നെ ഇതിനുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും വീതി തന്നെ ഇവിടുന്ന് തേവര വരെ ഉള്ള ഒരു കനാലാണിത്. അപ്പൊ ഇതൊരു ജലഗതാഗതത്തിന്, അന്നത്തെ കാലഘട്ടത്തിൽ ജലഗതാഗതത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരിതാണ്. അന്ന് എല്ലാം ജലഗതാഗതത്തിനെ ആശ്രയിച്ചാണ്. നമ്മൾ ഈ കനാലിനെ ക്രോസ് ചെയ്തായിരിക്കും എപ്പോഴും നമ്മൾ കിഴക്ക് നാടുകളിലോട്ട് പോണത്. ഉദാഹരണത്തിന് മുളന്തുരുത്തി, അതേപോലെ പാല, ഇതേപോലെയുള്ള എല്ലാ ഇതും നമ്മൾ MG റോഡ് ഇപ്പോഴുള്ള മറൈൻ ഡ്രൈവിൽ നിന്ന് എതിർ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് പാലങ്ങൾ ഉണ്ട്. അതിലൂടെയാണ് ബസ്സുകളും ചരക്ക് വാഹനങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇത് ഇങ്ങനെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ വള്ളങ്ങളിലും ബോട്ടുകളിലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ ജലഗതാഗതത്തിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകൾ നോക്കിയാൽ ഇതിൻ്റെ ഒരു പുനർജനനത്തിനെ കുറിച്ച് വീണ്ടും നമ്മളുടെ ഭരണകൂടങ്ങളും അതേസമയം വിദേശ ഏജൻസികളും നടത്തിയ റിപ്പോർട്ടിൽ എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു പഴയ അവസ്ഥയിലോട്ട് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിനോട് അടുത്തെങ്കിലും എത്തിച്ചില്ലെങ്കിൽ ഭാവി തലമുറകൾക്കും അതേപോലെയുള്ള മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ കനാലിലോട്ട് വന്ന മാലിന്യങ്ങളും ആണ് നമ്മളുടെ കടലിലോട്ട് ഒഴുകുന്നത്. ഇതിനിപ്പോൾ ഈ കാണുന്ന വീതി, ഇതിൻ്റെ യഥാർത്ഥ വീതിയാണ് ഏകദേശം നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ വീതി നമുക്ക് മറ്റു വശങ്ങളിൽ വരാൻ നേരത്ത് എന്തോരം നമ്മളുടെ മനുഷ്യർ അതിനെ ഇടുക്കി ചെറിയ കാണകളാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാൻ പറ്റും. എന്തോരം ഇത് അഴിമതികൾ, അതേസമയം നമ്മളുടെ പൊതുമുതൽ എന്തോരം ഇതിനകത്ത് അവരവരുടെ പ്രോപ്പർട്ടി ആക്കി അവരവരുടെ ഭൂമിയുടെ ഉള്ളിൽ അവരുടെ ആ കെട്ടിടത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഉള്ളിൽ എടുത്ത് എത്ര കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് കാണിക്കാൻ പറ്റും. ഇതിൻ്റെ അവസാനം തേവരത്തോട് വരെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പേരണ്ടൂർ കനാലിൻ്റെ തന്നെ മറ്റൊരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കലൂർ ഭാഗത്താണ് നമ്മൾ ഈ ദൃശ്യം കാണുന്നത്. പേരണ്ടൂർ കനാൽ നമ്മൾ ആദ്യം കണ്ട കാഴ്ചയിൽ നിന്ന് എത്രയും ചെറുതായി എന്നുള്ളതാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ ശാഖകളും ഉപശാഖകളും ഉള്ള ഈ പേരണ്ടൂർ കനാലിൻ്റെ ഇതുപോലെ ഇടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ പഴയ രീതിയിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളുടെ മാലിന്യങ്ങളുടെ ഒഴുക്കുകൾ ഒരിക്കലും കെട്ടിക്കിടന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങളും അതേപോലെ പകർച്ചവ്യാധികളും സംഭവിക്കാം. എത്രയും പെട്ടെന്ന് ആ വിദേശ ഏജൻസികൾ തന്നേക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് നമ്മളുടെ ഭരണകൂടവും അതേപോലെ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ടതാണ്.
ഇപ്പോൾ നമ്മൾ ചിറ്റൂർ ഭാഗത്തു നിന്ന് 11.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ തേവര ഭാഗത്ത് എത്തി നിൽക്കുന്നതാണ്. പേരൂർ കനാലിൻ്റെ ഏകദേശം ഒരു ദൃശ്യങ്ങൾ നമ്മളിതിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മധ്യഭാഗത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ കാണകളായിട്ടുണ്ട്. ഇതിനെ പുനർജനിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിസ്തീർണമുള്ള കനാലായിട്ട് മാറും. നമ്മൾക്ക് തേവരയിൽ നിന്ന് ജലഗതാഗതം നടത്തി ചിറ്റൂർ ഭാഗത്തെത്താം. മനോഹരമായ കാഴ്ചകളും